കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് ഡോക്ടർ മേരി അനിതയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഹരിയാനയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ യുവദമ്പതികൾ കോവിഡ് പോസിറ്റീവ് ആവുകയും തുടർന്ന് ക്വാറന്റീനിലേക്ക് മാറുവാനായി നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അതോടെ അവരുടെ മകൻ 6 മാസം പ്രായമായ എൽഡിൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ഡോക്ടർ മേരി അനിത മുന്നോട്ട് വരികയും എൽഡിനെ ഏകദേശം 30 ദിവസത്തോളം സ്വന്തം മകനെ പോലെ നോക്കി വളർത്തുകയും ചെയ്തു. ഡോക്ടർ മേരി അനിതയാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മോട് സംസാരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് ആൻഡ് എൻറിച്ച്മെൻറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക കൂടിയാണ് ഡോക്ടർ മേരി അനിത. സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് ആൻഡ് എൻറിച്ച് എന്ന NGOയുടെ സ്ഥാപകയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മേരി അനിതയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ, വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അർബിൻ ചന്ദ്രശേഖർ. താങ്ക് യു സോ മച്ച് അർബിൻ. ഡോക്ടർ മേരി അനിത, ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്. കോവിഡ് ബാധിതരായ മാതാപിതാക്കൾ, അവർക്ക് നോക്കാൻ പറ്റാത്ത, അവർക്ക് ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വന്ന സമയത്ത്, അവർക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കേണ്ടി വരാത്ത സമയത്ത് അവരൊരു ഫോസ്റ്റർ ചെയ്യാനായിട്ട് ഒരാളെ നോക്കി. അങ്ങനെയാണ് ഡോക്ടർ മേരി അനിത മെൽവിൻ എന്ന കുഞ്ഞിനെ 30 ദിവസത്തോളം എടുത്ത് വളർത്തിയത്. അപ്പം എനിക്ക് ചോദിക്കാൻ പല കാര്യങ്ങളുണ്ട്, പക്ഷേ ആളുകൾക്ക് കേൾക്കാൻ ഒരുപക്ഷെ ഈ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് മെൽവിൻ ഡോക്ടർ മേരി അനിതയിലേക്ക് എത്തിച്ചേർന്നത്? എൽവിൻ അല്ല മോൻ്റെ ആക്ച്വലി പേര്. മോൻ്റെ പേര് എൽഡിൻ എന്നാണെന്ന് ഈ അടുത്ത് തന്നെയാണ് അറിഞ്ഞതുപോലെ. കാരണം എനിക്ക് ഉണ്ണീന്ന് വിളിക്കാനാണ് തോന്നിയത്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗമാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏത് ഒറ്റപ്പെട്ടു പോയതാണെങ്കിലും ഭക്ഷണം ആവശ്യമുള്ളതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവരെയും റെഫർ ചെയ്ത് നമുക്ക് ഓരോ മെസ്സേജസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ കുട്ടികളുടേതാവുമ്പോൾ സാധാരണ എന്നെയും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിലായിരിക്കാം. അങ്ങനെയാണ് ഒരു പാരൻസ്, രണ്ടുപേരും പോസിറ്റീവായ പാരൻസിൻ്റെ ഒരു കുട്ടിയെ നോക്കണം എന്ന് ഒരു മെസ്സേജ് വന്നത്. ഉടനെ തന്നെ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തു. ഉടനെ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി ബന്ധപ്പെടണം എന്ന് പറയുകയും ഞാൻ അന്ന് നൈറ്റ് തന്നെയാണ്, ഒരു ഈവനിങ് ആയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു 8:30 ആയപ്പോഴേക്ക് ഞാൻ ചൈൽഡ് വെൽഫെയർ പ്രസിഡൻറ്റ് ബിറ്റി മാഡത്തിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ധാരണയിൽ എനിക്ക് ഒരുപാട് വോളണ്ടിയേഴ്സ്, ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് എസ്പെഷ്യലി, അത് കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പോലും എടുക്കാൻ കിട്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സ് ആയതുകൊണ്ട് ഒരു കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞത് അത്രയും വലിയ കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. വി വർ ഡൂയിങ് ഇറ്റ് ഫോർ പാസ്റ്റ് 13 years. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ജോബാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വോളണ്ടിയർ വിട്ടോളാം, എത്ര ദിവസത്തേക്ക് വേണം, ആ വോളണ്ടിയറിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ ക്വാറന്റൈൻ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഒരു ഡയറക്ഷൻസ് ഇത്രയേ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എത്ര വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ള ചോദ്യത്തിൽ ഞാൻ സ്റ്റക്കായിപ്പോയി. കാരണം കുഞ്ഞിന് 6 മാസമാണ് എന്ന് പറഞ്ഞതിൽ പിന്നെ എനിക്ക് ചോദ്യങ്ങളില്ല. കാരണം ഒരു 6 മാസമുള്ളൊരു കുഞ്ഞിനെ അത് എൻ്റെ വോളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കാനെന്നല്ല, വേറൊരാളെ പോലും ഏൽപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് തോന്നിയില്ല. കാരണം പാരൻസിൻ്റെ ആദ്യം എന്തായിരിക്കും എന്നെനിക്ക് നല്ലവണ്ണം അറിയാം. ഒരു ബേബീനെ നമ്മൾ മാറ്റണം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമായിരിക്കും അവർക്ക്. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പൊക്കോളാം മാഡം. പക്ഷേ എന്നെ ഡിസ്കറേജ് ചെയ്യായിരുന്നു. കാരണം അന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അന്നത്തെ കോവിഡ് കാലത്തിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ഈച്ച പോലും അനങ്ങാത്ത കാലഘട്ടത്തിലാണ്. അതായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് 100 ഫുഡ് സ്ട്രീറ്റ് ഡ്വല്ലേഴ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നുള്ളതാണ് മാഡത്തിൻ്റെ ഒരു ചിന്തയിൽ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ തന്നെ പൊക്കോളാം. പിന്നെ മാഡം പറഞ്ഞു, എന്നാൽ അപ്പം ഞാൻ ഞാൻ ആ നൈറ്റ് തന്നെ പോയി എടുത്തിട്ട് വരാം, എൻ്റെ ഒരു ഈസിനെസ്. അപ്പോഴും എല്ലാവരും അപ്പോൾ മാഡം പറഞ്ഞു, ഇല്ല എന്താ, അത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നാളെ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ മതിയെന്ന്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ മാഡം സംശയം ഇവിടുത്തെ നമ്മുടെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ സമ്മതിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. ഞാൻ പറഞ്ഞു അതൊക്കെ ഈസിയാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമല്ല എന്ന്. പക്ഷെ മാഡത്തിനും എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്നയാളാണ്. പക്ഷെ ഇത് എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും റെസ്പോൺസ്? പക്ഷെ ഞാൻ ആദ്യം എൻ്റെ മക്കളോടാണ് സംസാരിച്ചത്.
അവർ തന്നൊരു കോൺഫിഡൻസ്. അതിനുശേഷമാണ് ഞാൻ ഹസ്ബൻഡിനെ, കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം അവർക്കും ടെൻഷനായിരുന്നു, കോവിഡ് അല്ലേ എന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ പറഞ്ഞത് സാരമില്ല അമ്മ, ഒരു ബേബിക്ക് വേണ്ടിയല്ലേ. അത്രയും ഒരു ഈസിയോടെയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഇപ്പം തന്നെ പൊയ്ക്കോളോ, അതോ ഞാൻ വന്നിട്ടാണോ പോകുന്നത്, അത്രയേ ഉള്ളൂ ചോദ്യം. അപ്പം ഞാൻ, കാരണം എനിക്ക് നൈറ്റിൽ ഡ്രൈവ് ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് തന്നെ. അത്രയും ഈസി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയാമായിരുന്നു. കാരണം അന്ന് നൈറ്റിൽ തന്നെ നമ്മൾ വീട്ടിലെടുത്ത ഒരു ഡിസിഷൻ ഇത് പുറത്താരും അറിയണ്ട. കാരണം ഈ പുറത്തറിഞ്ഞാൽ കഴിഞ്ഞാൽ ക്വാറന്റൈനിലിരിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു പാരൻസിൻ്റെ കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഇമ്പാക്ട്സും നമുക്കറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ട് ജൂൺ 15 ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴും ആ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും RMOയുടെയും ഒക്കെ ചിന്തയിൽ. കാരണം വില്ലിങ്നെസ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ, അത് എന്തുകൊണ്ട്, വായി എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി എല്ലാവരും. കാരണം ഞാൻ അവിടെ വണ്ടി നിർത്തിയത് ആ നിമിഷം മുതലുണ്ടായൊരു എല്ലാവരും ഒരു അത്ഭുത ജീവിയെ പോലെ, അവിടെ നിൽക്കുന്ന നേഴ്സും ക്ലീനിങ് ചെയ്യുന്നതും സെക്യൂരിറ്റി ഓഫീസേഴ്സ് വരെ നോക്കുന്നത്, എന്ത് ഈ മാഡമാണോ നോക്കുന്നത് എന്നുള്ള ഒരു ആ ക്വസ്റ്റ്യൻ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. സമയത്ത് അത്രയും ഭീകരതയായിരുന്നു ഒരു കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പ്രശ്നമുള്ള ഒരു സമയം, അത്രയും പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊച്ചിയില് ഒരു കൊതുക് പോലും മൂളുന്ന സൗണ്ട് ഇല്ലാത്ത സമയം എന്ന് പറയാം. അത് അത്രയും ഭീകരമായിരുന്നു. പക്ഷേ എൻ്റെ ചിന്തയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മക്കൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഹസ്ബൻഡിനും എനിക്കും അസുഖം പെട്ട് എൻ്റെ മക്കളെ മാറ്റി നിർത്തേണ്ട പറ്റി പോയാൽ അവരുടെ അവസ്ഥ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു തീ പോലെയാണ് വരിക. കാരണം ഒരു കുഞ്ഞു ബേബിയാണ്, ഇവന് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഓർക്കാൻ പോലും ഒരമ്മയ്ക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയോ സാഹചര്യത്താൽ എല്ലാവരും ഈ പേടിയിൽ, അങ്ങനെ ആ ഭീതിയാണ് അവരുടെ മുന്നിൽ നിന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഉണ്ണി എന്നിലേക്ക് എത്തിയത്. 30 ദിവസങ്ങൾ എന്ന് പറയുമ്പോഴും അതിനും ഒരു സന്തോഷം. എൻ്റെ 2020 എന്ന് ലോകം മുഴുവനും മാർക്ക് ചെയ്യുക ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ കാലഘട്ടം എന്നാണെങ്കിൽ, ഞാൻ അതിനെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുണ്ടായപ്പോഴുണ്ടായ ഏറ്റവും സന്തോഷം പോലെ തന്നെയാണ് ഉണ്ണി ഞങ്ങളിലേക്ക് വന്നത്. അതും ഉണ്ണി എന്ന് പറയുമ്പോൾ എൽവിൻ എന്ന കുഞ്ഞ് പെട്ടെന്ന് നെക്സ്റ്റ് ഡേ എൻ്റെ ഉണ്ണിയായി മാറി. അതാണ് ഏറ്റവും വലുത്. കാരണം ഞാൻ ഉണ്ണിന്ന് വിളിക്കുമ്പോഴേക്കും അവൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങാൻ ആദ്യമായിട്ട് ബ്രസ്റ്റ് ഫീഡിൽ നിന്ന് ആ നിമിഷവും പോലും, ഞാൻ മേടിക്കുന്നതിന് ആ നിമിഷം പോലും അവൻ ബ്രസ്റ്റ് ഫെഡ് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പുതിയതായിട്ട് ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവൻ കമിഴ്ന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നാണ് അവന് നീന്തി തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺസ്, അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു വർഷമാണ്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഞാൻ പറയും ലോകം എമ്പാടുമുള്ള ജനത ഒരുപക്ഷെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൊരു വർഷം എന്ന് പറയുമ്പോൾ അതിലപ്പുറത്തേക്ക് ഒരിക്കൽ പോലും കീരിയും പാമ്പും ഒന്നിച്ച് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചൊരു വർഷം എന്നും കൂടി അതിശയോക്തി ഇല്ലാണ്ട് പറയാൻ പറ്റും എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഒരുപാട് പിതാക്കന്മാർ, ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയാം, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വരാനുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നു, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. കാരണം കോടാനുകോടി സ്ത്രീകളിൽ നിന്ന് ഉണ്ണിയുടെ അമ്മയാകാൻ എന്നെ വിളിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം എനിക്കൊരിക്കലും അറിയില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഒരു മകൻ എൻ്റെ വീട്ടിലേക്ക് വരിക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതിന് വലിയ സന്തോഷമുണ്ട്. ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്ന NGOയുടെ സ്ഥാപകയാണ്. പക്ഷെ എങ്ങനെയാണ് ഡോക്ടർ മേരി അനിത സാമൂഹ്യ സേവന രംഗത്തേക്ക് എത്തിച്ചേർന്നത്?
ഇതിനെ അരവിന്ദ്, ആദ്യമായി ഞാൻ ഇതിനൊരു സാമൂഹ്യ സേവനം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്താണ് ഞാൻ ചിന്തിക്കുന്നത്. സാമൂഹ്യ സേവനം എന്ന് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്ന് കേൾക്കാനും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. കാരണം ഇത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഞാനിത് ഇതിലേക്ക് ഭിന്നശേഷിക്കാരായ കുഞ്ഞുമക്കളിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തോട്ടിൽ, അതായത് ഞാൻ PG, പല PG ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു PG ഉണ്ട്. അപ്പോൾ ആ PG ചെയ്യണ കാലത്ത് ഞാൻ സത്യസായി സെൻറ്ററിൽ ഹൈദരാബാദിലെ ഇതുപോലെയുള്ള കുട്ടികളുടെ ഒരു സെൻറ്ററിലാണ് വർക്ക് ചെയ്തത്. അന്ന് എനിക്കതൊരു ഭിന്നശേഷിയുള്ള കുട്ടികളാണെന്നോ എന്നോ എനിക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. എനിക്ക് മനസ്സിലാക്കിയിരുന്നത് ടീച്ചേഴ്സും കുട്ടികളുമായി ഗുസ്തി പിടിക്കുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അത് മാത്രമായിരുന്നു ആ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരുന്ന വെച്ചത്. ഒബ്സർവേഷൻ, ഞാൻ വെറും ഒരു ഒബ്സർവൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കന്ന് മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു മോനുണ്ട്, ബണ്ണി എന്ന് പറഞ്ഞ്. അവനുമായിട്ട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവനും അങ്ങനെയാണ്. അവൻ വരുന്നത്, ഒരു ക്ലാസ്സിൽ 6-7 കുട്ടികളുണ്ട്. അതൊരു വലിയ ആരവത്തോടെയാണ്. അവൻ ടീച്ചർ കയറി കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നതും ടീച്ചറിൻ്റെ ഷോള് പിടിച്ച് പറിക്കുന്ന ഒരു ബണ്ണി. അപ്പോൾ ടീച്ചറും ഒരടി കൊടുക്കും, അവൻ തിരിച്ച് ടീച്ചറെ പഠിക്കും. അവൻ്റെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ കൂട്ടത്തിൽ അവൻ സൈഡിലിരിക്കുന്നവരെ അടിക്കും, തിരിച്ചടിക്കും. അപ്പോൾ പിന്നെ കൂട്ടത്തല്ലായി. അതൊരു ദിവസേനയുള്ള പ്രോസസ്സാണ്. പക്ഷേ ഈ കുട്ടികൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നോക്കുമ്പോൾ എന്നും ഒരേ വേർഡ് അല്ലെങ്കിൽ ഒരേ ലെറ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഈ കുട്ടികൾ വേറെ പഠിപ്പിക്കാത്തത് എന്ന് ചോദിക്കാനുള്ള വോയിസ് ഒന്നും എനിക്കില്ല. കാരണം എനിക്ക് അതിൽ നിന്നുള്ളൊരു റിപ്പോർട്ടാണ് വേണ്ടത്. കാരണം മാത്രമല്ല, എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടായിരുന്നു. തെലുങ്ക് മാത്രം സംസാരിക്കുന്നവരോട് ഞാൻ പറയുന്നത് മുഴുവനും മനസ്സിലാക്കാൻ അവർക്കും പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ സ്ലോലി എനിക്ക് മനസ്സിലായത്, അവൻ ഇംഗ്ലീഷ് അറിയാം. ഇവൻ എഴുതാൻ അറിയില്ല എങ്കിൽ പോലും അവൻ ഇംഗ്ലീഷ് അറിയാമെന്ന് മാത്രമല്ല, അവൻ ഫ്ലവറി ലാംഗ്വേജസിലാണ് ഇംഗ്ലീഷിൽ തന്നെ ഭയങ്കര ഗുഡ് ആക്സെൻറ്റിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് പതിയെ ഞാൻ അവന് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാം എന്ന് നോക്കി. കാരണം നമുക്കൊരു കോമൺ ഇതുണ്ട്. അപ്പോൾ ലാംഗ്വേജ് അവൻ്റെയും ഒരു പ്രോബ്ലം ആണല്ലോ. പിന്നെ മാത്രമല്ല, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഷോളും വന്ന് വലിക്കാൻ തുടങ്ങിയപ്പോൾ 3-ാം ദിവസം അവൻ വന്നതും ഷോള് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവനത് ത്രില്ലില്ല എന്നും കൂടി എനിക്ക് മനസ്സിലായി. അപ്പോൾ അതാണ്, അവന് ആവശ്യമുള്ളത് കിട്ടുന്നില്ലാത്തതാണ് അവൻ്റെ പ്രശ്നം എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവൻ എല്ലാ ദിവസവും കീറിക്കൊണ്ടിരുന്ന വെച്ചാൽ അവൻ്റെ പുസ്തകത്തെ ഞാൻ പതിയെ ഒന്ന് തുറന്നു നോക്കി. അവൻ എഴുതി തീർന്ന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. ബിയിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവൻ എഴുതാത്തത് കൊണ്ടായിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ബണ്ണിയെ ഞാൻ സൈൻ ഇടാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞത്. കാരണം ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് അവൻ്റെ ചിന്തകൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം സാധാരണ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബേസിക് ബയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞിട്ട് ഹയർ ലെവലിലാണ് ലവ്, കെയർ, റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞ ബിലോങ്ങിങ്സ് എന്നൊക്കെ പറഞ്ഞ സാധനം. പക്ഷെ ഇവൻ്റെ ബേസിക് നീഡ് ബയോളജിക്കൽ അല്ല. ഈ 2nd or 3rd ലെവലിൽ നിൽക്കുന്ന ഇതാണ് അവൻ്റെ ഒരു സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തോട്ടാണ് അവൻ്റെ നിന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാൻ പറഞ്ഞു, ഈ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ലെറ്റേഴ്സ് പഠിക്കണം, നിന്റെ പേരെഴുതാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് അവൻ അവിടെ വന്നിട്ട് 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. എഴുതിയ പുസ്തകങ്ങൾ മാത്രമുണ്ടായിരുന്ന ബണ്ണി അവൻ Z വരെ എഴുതാൻ പഠിക്കുകയും സൈൻ ഇടാൻ ഉറപ്പായിട്ട് ഞാൻ പഠിപ്പിക്കുകയും ചെയ്തു. അതൊരു വലിയ എനിക്ക് മോട്ടിവേഷനായിരുന്നു. അവനേക്കാളേറെ എനിക്കതൊരു വലിയ, ഇതുപോലുള്ള കുഞ്ഞുമക്കൾ ഉണ്ടായിരിക്കുമോ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ പഠനം, എൻ്റെ കരിയറൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷേ ഞാൻ എബ്രോഡിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വരുമ്പോഴും ബണ്ണി എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് പിന്നീടാണ് എന്തെങ്കിലും ചെയ്യണം, അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം വന്നതും ബണ്ണിയാണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ കേരളത്തിൽ ഇല്ലേ, ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു അന്വേഷണം, ഒരു റിസർച്ച് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
അങ്ങനെയാണ് ഞാൻ അന്നും ഞാൻ ഒബ്സർവ് ചെയ്യാണ്. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ നോക്കും. സ്കൂൾ ബസ്സുകൾ നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് സാധാരണ സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ സ്കൂൾ എന്നെഴുതിയിരിക്കുന്ന ബസ്സുകളെയും കൂടി കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് വൈ സ്പെഷ്യൽ എന്ന് നോക്കി അങ്ങനെയാണ് സ്പെഷ്യൽ സ്കൂളിലേക്ക് എത്തുന്നത്. അങ്ങനെ അന്ന് എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 27 സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. അങ്ങനെ ഓരോ സ്കൂളുകളിലും അവിടെയുള്ള കുട്ടികൾ, ടീച്ചേഴ്സ്, അവരുടെ മാതാപിതാക്കൾ അവരൊക്കെ ആയിട്ട് സംവദിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ കുഞ്ഞുങ്ങളെ പക്ഷേ ഒരുപാട് മാതാപിതാക്കൾക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിനുള്ള റീസൺ ഈ കുട്ടികൾ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് സോഷ്യലൈസിങ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓരോ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ, അതായത് അവരുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, നമ്മളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ ഓരോ സ്കൂളുകളിലേക്കും ആഘോഷമായിട്ടെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് കണ്ടാൽ മനസ്സിലാകുന്ന സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമുകൾ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ഇഷ്ടമുള്ളതായ ഫുഡുകളും ഡാൻസും പാട്ടും കളികളും വെച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാക്കി മാറ്റിയത്. സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഈ കുട്ടികളെയും അതിൻ്റെ ഒരു ഭാഗമാക്കി. സാധാരണ സ്കൂളുകളിൽ അത് പറ്റില്ല. സാധാരണ സ്കൂളിൽ നമുക്ക് ഞങ്ങളുടെ ഒരു ഡാൻസ് ടീം വരുന്നുണ്ട്, അവരുടെ കൂടെ കളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത് പഠിപ്പിക്കുന്ന സ്കൂളാണ് എന്നാണ് സാധാരണ മറ്റ് നോർമൽ സ്കൂളിൽ നിന്നുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് എനിക്ക് മറുപടി ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ സോഷ്യലൈസിങ് എന്നൊരു പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ പോരാ, കാരണം ഒരുപാട് കുട്ടികൾ ഇതിനാവശ്യമായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരു 9 ലക്ഷത്തോളം വരുന്ന മക്കൾ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും അങ്ങനെയാണ് ഞാൻ സൈക്കോളജി എന്ന സബ്ജക്റ്റിലേക്ക് പഠനം റിസർച്ചും ഒക്കെ ആയിട്ട് വരുന്നത് തന്നെ. അപ്പോൾ അത് എനിക്ക് മാത്രം പറ്റുന്നതല്ല. കാരണം വേറൊരു കാര്യമുള്ളത്, ഇതിനൊരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ആവശ്യമുള്ളതാണെന്നും കൂടി കൊണ്ടുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ ഓർഗനൈസേഷൻ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാലും ആരെങ്കിലും ഒക്കെ ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോടെയാണ് അതിനെ ഒരു NGO ആയി രജിസ്റ്റർ ചെയ്യും. ഒരുപാട് കോളേജിലെ ഇപ്പോൾ KME ആണെങ്കിലും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിൻ്റെ കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഭാഗമാകാനായിട്ട് ഒരുപാട് കുട്ടികൾ, അവരുടെ ഏജ് ലെവലിലുള്ള കുട്ടികൾ തന്നെ അവർക്ക് വോളണ്ടിയർഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സപ്പോർട്ട് കെയർ ഗിവർ ആയിട്ട് വരുമ്പോൾ ഒരു ബഡി സിസ്റ്റം പോലെ ഈസി ആയിട്ട് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരേ വേവ് ലെങ്ത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ ഓർഗനൈസേഷനും വോളണ്ടിയർഷിപ്പും ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് സോഷ്യലൈസിങ് തന്നെയാണ്. മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എങ്കിൽ ആദ്യം അവർക്ക് ആവശ്യം അതായിരുന്നു. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് മാഡം പറഞ്ഞത്. ഇപ്പോൾ ഈ സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് ആൻഡ് എൻറിച്ചിൻ്റെ വേറെ ഏതൊക്കെ മേഖലകളിലാണ്? പ്രധാനമായിട്ടും ഭിന്നശേഷിക്കാരായ കുഞ്ഞുമക്കളെ അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള നീഡി സപ്പോർട്ട് ആവശ്യമുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഐ ആം ഡിഫറെൻറ്റ് നോട്ട് ലെസ്, അതാണ് നമ്മുടെ മോട്ടോ തന്നെ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് അമ്മമാരെയും കൂടി ഉൾപ്പെടുത്തി തുടങ്ങി പിന്നീട്. കാരണം ഓരോ കോമ്പറ്റീഷനിലും ഇപ്പോൾ ഓണാഘോഷങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പൂക്കള മത്സരം അതൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ അമ്മമാർ ഇവരെ ഒരുക്കി കൊണ്ടുവരുന്ന ആ ആവേശം മാത്രമല്ല, ഈ കുഞ്ഞുണ്ടായതുകൊണ്ട് പലപ്പോഴും ഒരിക്കൽ പോലും കുളിക്കാതെ പോലും, കാരണം ഈ കുഞ്ഞിനെ നോക്കണം, അവനൊരു ഉറുമ്പ് കടിച്ചാൽ പോലും പല അമ്മമാരും പറഞ്ഞ് അവന് തന്നെത്താൻ എടുത്തു കളയാനോ ആ പെയിനെ ആണെന്ന് പറയുവാനോ എനിക്ക് ചൊറിയുന്നു എന്ന് പറയാനോ അറിയില്ലാത്ത കുഞ്ഞിനെ നോക്കാനായിട്ട് കുളിക്കാൻ പോയി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാരാണ്. അപ്പോൾ അവർക്ക് ഒരു ദിവസമെങ്കിലും നന്നായി ഡ്രസ്സ് ചെയ്ത് അവരുടെ കോൺഫിഡൻസും കൂടി ഉയർത്തണം എന്നുള്ളൊരു ചിന്തയിലാണ് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഓരോ സ്ഥലത്തേക്കും നമ്മുടെ ഇപ്പോൾ യാത്രകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ അമ്മയെയും കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റു പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ
ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ യുണീക്ലി മീ എന്നുള്ള ശിശുദിന ആഘോഷം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളെ എല്ലാ വർഷവും ഏതാണ്ട് 1200 പേരെങ്കിലും എറണാകുളം ജില്ലയിലും 800-ലെ മേലെ കുട്ടികൾ തിരുവനന്തപുരത്തും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് നമ്മുടെ ബേസിക് സോഷ്യലൈസിങ് എന്ന് പറഞ്ഞതിൻ്റെ ബേസിക് വർക്ക്. അതുപോലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ആദ്യമായിട്ട് റിപ്പബ്ലിക് ഡേ ഈവിന് സദാശിവം സാറ് ഗവർണറായിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നത്. അപ്പോൾ അന്ന് ആ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരു രാജ്ഭവനിലേക്ക് റിപ്പബ്ലിക് ഡേക്ക് ഗവർണറോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷവും അഭിമാനമുള്ള നിമിഷമായിട്ടാണ്. അതേസമയം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ചെയ്യുന്നൊരു വർക്കിൻ്റെ പേരിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാറിനോട് ആരെങ്കിലും ഇതുപോലെ ഗവർണറോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ അകത്തെ പ്രോട്ടോകോൾസിൻ്റെ അപ്പുറത്ത് നിന്ന് ഞാൻ കണ്ടത് അദ്ദേഹം ഒരു മനുഷ്യനാണ്, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ തിരിച്ച് ആ ഇൻവിറ്റേഷൻ്റെ ഒരു മറു ചോദ്യമാണ്, സാർ എനിക്ക് ഒരു 5 കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടാൻ പറ്റുമോ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് അടുത്ത ദിവസം എനിക്ക് കാണാനൊരു അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് വന്നത്. അന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് എൻ്റെ കൂടെയുള്ള കുഞ്ഞുമക്കളെക്കുറിച്ചും അമ്മമാരെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് തിങ്കിങ്ങിൽ ഈ പാരൻസിനെ കൂടെ ഒന്ന് പ്രൗഡാക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അപ്പം ഈ ഒരു കുഞ്ഞുണ്ടായത് കൊണ്ട് എനിക്ക് രാജ്ഭവനിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ സന്തോഷം എത്രമാത്രമായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. അതിൻ്റെ അപ്പുറത്തായിരിക്കും ആ അമ്മയുടെ. അപ്പോൾ സാറ് അന്ന് തന്നെ ഒരു 5 കുഞ്ഞുമക്കൾക്കും അമ്മമാർക്കും കൂടി പങ്കെടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി. അത് ഇന്നും ഓർക്കുമ്പോൾ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം രാജ്ഭവൻ്റെ ഉള്ളിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരെഴുതി, ഓരോ അമ്മയുടെയും മകളുടെയും പേരെഴുതി നമുക്ക് സീറ്റുകൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. മാത്രമല്ല ഗവർണർ നമ്മുടെ സീറ്റിലേക്ക് അടുത്തേക്ക് വന്ന് ഓരോ കുഞ്ഞുമക്കൾക്കും അന്ന് സമ്മാനം തരുന്നു എന്ന് പറഞ്ഞത് ഞാൻ കണ്ടത് എല്ലാ അമ്മമാരും കരയായിരുന്നു. കാരണം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പിന്നീട് ഓരോ വർഷവും കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷമൊക്കെ അത് 10 അമ്മമാർക്കും 10 കുഞ്ഞുങ്ങൾക്കും ആക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഭിമാനം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഒരു പ്രഥമ പുരുഷൻ അവരിലേക്ക് വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സ്നേഹം, ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറയുന്ന ആ നിമിഷമാണ് അവരെ അത്രയും ഒരു പ്രൗഡാക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഈ സോഷ്യലൈസിങ് വർക്കിൻ്റെ കൂടെ തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുമക്കൾ ഒരു പക്ഷേ അവരുടെ എക്യുപ്മെൻറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സപ്പോർട്ട് ആവശ്യമുള്ളവർ, ട്രെയിനിങ് സപ്പോർട്ട് ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇതിനകത്ത് ഓരോ കുട്ടിയും ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് തിരിച്ചറിവ് വേണ്ടത്. കാരണം ഇപ്പോൾ ഓട്ടിസം ആണെങ്കിൽ അതൊരു സ്പെക്ട്രം ഡിസോർഡറാണ്. ഓരോ കുട്ടിയും, ലോകത്തിലെ ഒരു ഓട്ടിസം കുട്ടി എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. അവനെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ കുട്ടിയെയും ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടിക്ക് ആവശ്യമായത് എന്തോ അത് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് മറ്റ് പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ജ്യോതി എന്ന പ്രൊജക്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് എക്യുപ്മെൻറ്റ് സപ്പോർട്ട് ആവശ്യമുള്ളവരെയും തെറാപ്പി സപ്പോർട്ട് ആവശ്യമുള്ളവരെയും സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ബ്രേക്ക് ദി സൈലൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അത് കേരള പോലീസുമായിട്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചും ചെയ്യുന്ന ഒരു പ്രോഗ്രാം. കാരണം എഗെയിൻസ്റ്റ് അബ്യൂസാണ്. നമ്മുടെ കുഞ്ഞുമക്കളെ ഒട്ടും ഒരുപക്ഷെ അവർക്ക് തിരിച്ചറിവില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളൊരു ചിന്തയോടെ സമീപിക്കുന്ന ഒരുപാട് പേര്. കാരണം ഇവർ പുറത്തു പറയില്ല എന്നുള്ള വലിയ വിശ്വാസവും, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുമുണ്ട് എന്നുള്ള വലിയ ധൈര്യം ഒരു വിഭാഗം ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കുന്ന ചൂഷണങ്ങളെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ബ്രേക്ക് ദി സൈലൻസ്. അതോടൊപ്പം തന്നെ ലവ് കെയർ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്. അത് അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരോടുകൂടി ക്വാളിറ്റി ടൈം,
അമ്മമാരോടൊപ്പം ഒരു ക്വാളിറ്റി ടൈമും സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് ബേസിക് പ്രോജക്ട്സ്. ഇതുമാണ് ഈ കോവിഡ് കാലത്താണ് നമ്മൾ സൺഷൈൻ സ്മൈൽ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കോവിഡ് കാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഒരു മുറിയിൽ അടച്ചിരുന്നിട്ടില്ലാത്ത സാഹചര്യം, എസ്പെഷ്യലി ADHD ഒക്കെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു മുറിയുടെ ഉള്ളിലേക്ക് അടയ്ക്കപ്പെട്ടപ്പോൾ ഒരുപാട് പേര് മെഡിക്കേഷനിലായിരുന്നു. മെഡിസിൻസ് കിട്ടാത്ത അവസ്ഥകൾ, തെറാപ്പി സപ്പോർട്ട് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ആ തെറാപ്പികൾ സ്ഥിരമായി കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രൊജക്റ്റ് സൺഷൈൻ സ്മൈൽ തുടങ്ങിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളിലേക്ക് ആവശ്യ മെഡിസിൻസ് എത്തിക്കുക, അവർക്ക് ആവശ്യമായ ഫുഡ് സപ്ലിമെൻറ്റ്സ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തതാണ് സൺഷൈൻ സ്മൈൽ പ്രോജക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊജക്ട്സുകൾ ആയിട്ട് നിൽക്കുന്നത്. എവറി അതർ മന്ത് എന്ന് പറയുന്ന രീതിയിൽ ഓരോ കുഞ്ഞുങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ടുള്ള പുതിയ സാഹചര്യങ്ങൾ, അതുപോലെ പഠനത്തിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ. ഇപ്പോൾ കൊച്ചിയുടെ ജോഗ്രഫിക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത്രയും ഐലൻഡ്സ് ഉണ്ട്, അത് ഏതെന്ന്, അല്ലെങ്കിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓരോ സിസ്റ്റത്തിലേക്ക്, ഇപ്പോൾ കേരളത്തിലെ ആദ്യമായിട്ട് ഒരു മെട്രോ റെയിൽ ഓടിയപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ യാത്രക്കാരിൽ ഞങ്ങളുടെ 450 ഭിന്നശേഷിക്കാർ 150 വോളണ്ടിയേഴ്സ് ആണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം ആദ്യ ബോഗി വരുമ്പോൾ തന്നെ നമ്മൾ മിനിസ്ട്രിയെ സമീപിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലുത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പ്രൊജക്റ്റ് കേരളത്തിൽ ആര് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുമക്കളാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ പലരും അത്ഭുതത്തോടെ നോക്കും. പക്ഷെ അത് പ്രൊഫഷണൽസിനോടൊപ്പം ഹിമാചൽ പ്രദേശിലെ നമ്മുടെ സിസ്റ്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഹിമാചലിലെ പ്രൊഫഷണൽസും കേരളത്തിലെ പ്രൊഫഷണൽസിനോടൊപ്പം ഞങ്ങളുടെ 80 കുഞ്ഞുങ്ങൾ അണിനിരുന്നാണ് അത് ആദ്യമായിട്ട് പ്രൊജക്റ്റ് 2019 സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് വിമൻ എംപവർമെൻറ്റ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു പക്ഷേ അതൊരു മലപ്പുറം ജില്ലയിലാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ, മലപ്പുറം ജില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, അവിടെ ഏതാണ്ട് 96,000 ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഒരു വീട്ടിലെ ഒരമ്മയ അല്ലെങ്കിൽ ഒരു സഹോദരി ഈ കുഞ്ഞുമക്കളുടെ കൂടെ ഉള്ളിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലുത് എന്ന് കണ്ടുകൊണ്ടാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി കിട്ടിയ പ്രൊജക്റ്റാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. കേരളത്തിൽ ഇന്ന് പ്രൊഫഷണൽസോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും അതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നു. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ കേരളത്തിൽ നടക്കുന്ന ഓരോ പ്രൊജക്റ്റിനും ഓരോ ആഘോഷത്തിൻ്റെ മുൻപിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ റൺ കേരള റൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 35th നാഷണൽ ഗെയിംസ് ആയിക്കോട്ടെ, എന്തിനും ഫിഫ അണ്ടർ 17 അതിനാണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇയർ മാർക്ക് ചെയ്ത് ആ കുഞ്ഞു മക്കൾക്ക് ഇരിക്കാനും അവർക്ക് എൻജോയ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഫിഫയുടെ ഒറ്റ ക്വസ്റ്റ്യൻ. എൻജോയ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റിയതും ഒക്കെ. എല്ലാവരുടെയും ധാരണയിലുള്ളൊരു ചിന്തയുണ്ട്, ഇവർക്കൊന്നും മനസ്സിലാകില്ല എന്നുള്ളൊരു ചിന്ത. ഇവർക്ക് മനസ്സിലാകായകയല്ല, ഇവർക്ക് മനസ്സിലാകുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ഒരു പക്ഷേ കയ്യ്, കണ്ണ് അല്ലെങ്കിൽ അവരുടെ സംസാരത്തെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഡിലേ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ആ കപ്പാസിറ്റിയോ കൊണ്ടാണ് നിങ്ങളൊക്കെ ധരിക്കുന്നത് നമ്മളെ എത്രമാത്രം നമ്മൾക്ക് മനസ്സിലാകുന്നു. ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി മനസ്സിലാകുകയും പലപ്പോഴെങ്കിലും അതിന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ള മക്കളാണിത് എന്ന് തിരുത്തി പറയേണ്ടി വരും. വോളണ്ടിയറിംഗ് സർവീസ് അല്ലെങ്കിൽ നമ്മൾ പാർട്ടി പദ്ധതിയുടെ ഭാഗമായിട്ട് ലോകത്ത് പല രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊരു നിർബന്ധിത വിഷയമായി കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പരിഗണിക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഒരു ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ടും NGOസിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളത് ഇപ്പോൾ നിർബന്ധമായി തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ സോഷ്യൽ സർവീസിനെ എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ പഠനത്തിൻ്റെ അപ്പുറത്തേക്ക് രാജ്യത്തിന് ഉപകരിക്കുന്ന പഠനമായിരിക്കണം അവർ നടത്തേണ്ടത് എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ വിഷൻ കൊണ്ടാണ് എല്ലായിടത്തും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും, കാരണം എല്ലാ വർഷവും നമ്മളോടൊപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു MOU തന്നെയുണ്ട്. അത് ഈ കുട്ടികളെ ഇത്രയും ദിവസം മിനിമം ഒരു 250 hours എങ്കിലും ഈ കുട്ടികൾ ഈ സഹജീവി സേവനം ചെയ്തിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ളതാണ്. അത് കിട്ടുന്ന ബെനഫിഷ്യറി എന്ന് പറയുന്ന കുട്ടികളെക്കാൾ ഒരുപക്ഷെ ബെനഫിഷ്യൽ എന്ന് പറയുന്നത് അത് കൊടുക്കുന്നവൻ തന്നെയാണ്. കാരണം വോളണ്ടിയേഴ്സിനായിരിക്കും. കാരണം അവനാണ് സൊസൈറ്റി എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇത്തരം കുട്ടികളും ഇത്തരം ആൾക്കാരുമുണ്ട്, ഇവർക്കൊക്കെ സപ്പോർട്ട് ആവശ്യമുള്ളവരാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി എത്രമാത്രം ഞാൻ ബ്ലെസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണത്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഈ സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുവാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഡോക്ടർ മേരി അനിതയുടെ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അത് തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷന് ഒരു വെബ് പേജ് ഉണ്ട്. sifi.org പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിന് ഒരു വോളണ്ടിയർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് അയക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് അതിനകത്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വോളണ്ടിയേഴ്സിനെ എടുക്കുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി ഒരു ആള് എന്നതിനേക്കാൾ ആ കുടുംബം എന്ന ആ യൂണിറ്റിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വോളണ്ടിയർഷിപ്പിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ള മാത്രം ഒരു റെസ്ട്രിക്ഷനാണ് നമ്മൾ വെക്കുന്നത്. അപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ? എല്ലാ വർഷവും അത് ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ജ്യോതി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് എല്ലാ വർഷവും 1000 കുഞ്ഞുങ്ങളെങ്കിലും വെക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ട് റിക്വയർമെൻറ്റ്സ് ആണ്. അത് മെഡിക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, തെറാപ്പീസിന് വേണ്ടിയിട്ടായിരിക്കും, സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഏതിനാണെങ്കിലും ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ അത് നമ്മളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ നോഡൽ ഏജൻറ്റും ഇംപ്ലിമെൻറ്റേഷനും ഏജൻസി നമ്മുടെ പ്രൊജക്റ്റാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണ് അതിൻ്റെ ഫണ്ട് കണ്ടെത്തി അപ്പോൾ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫയലും ഡീറ്റെയിൽസും നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുകയും ഡയറക്റ്റ് തന്നെ അവർക്ക് ഫണ്ട് എത്രമാത്രം കൊടുക്കാൻ പറ്റുന്നത്, ഇത്ര ഫണ്ട് കൊടുക്കണമെന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധമില്ല. പെനി 1 രൂപയാണെങ്കിലും അവർക്ക് കിട്ടുന്നവർക്ക് അതൊരു വലിയ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു മീഡിയേറ്റർ മാത്രമാണ്. ഇന്ന ആൾക്കാർ എലിജിബിൾ ആണ് എന്ന് മാത്രം. അതായത് നമ്മൾക്കൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസിൻ്റെ അപ്പുറം, അവർ തരുന്ന ഡീറ്റെയിൽസിൻ്റെ അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് എല്ലാം നമ്മൾ നടത്തി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു മീഡിയേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഒരു മെയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇനി ആവശ്യമുള്ള കുട്ടികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കും. അവർക്കും കൊടുക്കാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റും വെരിഫൈ ചെയ്യാവുന്നതാണ്. ഡോക്ടർ മേരി അനിത വേഴ്സസ് കൊച്ചി കോർപ്പറേഷൻ. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ ഒരു നിയമ പോരാട്ടത്തിലാണ്. എവിടെ എത്തി പോരാട്ടം?
പോരാട്ടത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ 3 മുൻപേ ലോക ഭിന്നശേഷിക്കാരുടെ ദിനം എന്ന് പറയുന്നതിന് മുൻപേ തന്നെ അതിനൊരു സന്തോഷകരമായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ആ വേർഡിക്റ്റ് വലിയ സന്തോഷകരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ റിസർച്ച് ഞാനൊരു റിസർച്ചിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട റോഡുകൾ മാത്രം എടുത്തുകൊണ്ട് ഒരു 7 അതായത് നമ്മുടെ MG റോഡ്, തേവര, അവിടെയൊക്കെയുള്ള കുട്ടികളെ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഫുട്പാത്ത് നിർബന്ധമായി വേണം എന്നുള്ളതും ആ ഫുട്പാത്ത് ഒരേ ലെവലിലുള്ളതായിരിക്കണം എന്നുള്ളതും ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതുമായിരുന്നു നമ്മുടെ ആഗ്രഹത്തിൽ. അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് നമ്മൾ നടത്തിയിട്ടാണ് നമ്മളത് കൊടുത്തിരുന്നത്. അതിന് അനുസൃതമായിട്ടാണ് കൊച്ചി കോർപ്പറേഷനും അതുപോലെ അനുബന്ധ PWD ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ 2 മാസത്തിനുള്ളിൽ തന്നെ അതിന് എടുത്തിട്ടുള്ള നടപടികൾ എന്താണ് എന്ന് കോടതിയിൽ അറിയിക്കുവാനും, അറിയിച്ചില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പ്രെയർ കൂടെയുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനോ കേരള സർക്കാരിനോ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ മേരി അനിതയ്ക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പ്രെയർ കൂടി ചെയ്തിട്ടുണ്ട്, അതുകൂടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ചെയ്തില്ല എന്നുള്ളതല്ല, ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. കാരണം ഒരുപാട് മക്കൾക്ക് ഒരുപക്ഷെ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഇതുപോലെ വീൽ ചെയർ ഓടിച്ചുകൊണ്ട്. ഒരുപാട് വീടുകളിൽ ഇരിക്കുന്നതാണ് ഇലക്ട്രോണിക് വീൽ ചെയർ, ഒരുപാട് പേർക്ക് കേരളത്തിൽ ഇന്ന് ഉണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ റോഡുകളിൽ വീൽ ചെയർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവില്ല. അതിന് റീസൺ അൺഈവൺ ആയിട്ടുള്ള ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൗൺ പ്ലാൻ ചെയ്യുമ്പോൾ അതിനുള്ള നിയമം ഇല്ലാഞ്ഞിട്ടല്ല, നിയമത്തിൽ നമ്മൾ പഴുതുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങളും കൂടെ ചേർന്നതാണ് ഈ സമൂഹം. അപ്പോൾ ഞങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളൊരു കുഞ്ഞു ചോദ്യം മാത്രമാണ് അതിലൂടെ ഉദ്ദേശിച്ചത്. എങ്ങനെയായാലും മുന്നോട്ട് തന്നെയാണ് കേരള സമൂഹത്തിന് ഭിന്നശേഷിക്കാരായ 9 ലക്ഷത്തോളം പേര് ആഗ്രഹിക്കുന്നതും ഞങ്ങൾക്കുമുണ്ട് മുന്നോട്ട് വരാൻ ആഗ്രഹം. ഞങ്ങൾക്കും ഈ റോഡിലൂടെ ഒന്ന് നടക്കാൻ ആഗ്രഹം, ഇതുപോലെ ഒന്ന് വീൽ ചെയർ ഓടിച്ചാണെങ്കിലും ഓടാൻ ആഗ്രഹം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ള വലിയ ആവേശം പിന്നിലുണ്ട്. അതുമായിട്ട് മുന്നോട്ട് തന്നെയാണ് യാത്ര. മെൽവിനെ അല്ലെങ്കിൽ ഉണ്ണിയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നാറുണ്ടോ? തോന്നാറുണ്ടെന്ന് മാത്രമല്ല, ഉണ്ണിയെ ഇടയ്ക്ക് കാണാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ മാത്രം അതിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. കാരണം എൻ്റെ അടുത്ത് വന്ന അത്രയും അഡാപ്റ്റീവായിട്ടല്ലായിരുന്നു അവിടുത്തെ സാഹചര്യം എന്നുള്ളത് കൊണ്ടായിരുന്നു. ഒരു പക്ഷേ എൻ്റെ രീതികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് കുഞ്ഞുമക്കളെ കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കാം 2-ാം ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം അവൻ എഴുന്നേറ്റത് ഉണ്ണിയായിട്ടാണ്. ഉണ്ണീന്ന് വിളിക്കുമ്പോഴേക്കും അത് ഞാനാണ് എന്നുള്ള രീതിയിൽ അവൻ തിരിഞ്ഞ് എന്നടുത്ത് റെസ്പോണ്ട് ചെയ്യുക. ഞാൻ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ എൻ്റെയും ഉണ്ണിയുടെയും ഒച്ച മാത്രമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അവന് വേണ്ടി പേടുന്ന റൈംസും അവൻ്റെ ചിരിയും ഒച്ചപ്പാടും. ഒരുപാട് എല്ലാ ഡോക്ടേഴ്സും തന്നെ വന്ന് ചോദിക്കും, എത്ര വയസ്സുള്ള കുട്ടിയോടാണ് മാഡം ഈ സംസാരിക്കുന്നത്? കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ വീട്ടുകാരോട് പറയാനുള്ളതും നാട്ടുകാരോട് പറയാനുള്ളതും ഒക്കെ ഉണ്ണിയോട് സംസാരിക്കും. മോനെ എടാ ഇന്ന് അവർ വിളിച്ചില്ലടാ, ഒരെണ്ണം തിരിഞ്ഞു നോക്കിയില്ലടാ, ഭയങ്കര പേടിയാണെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഇതൊക്കെ വന്ന് ഡോക്ടേഴ്സ് കണ്ടിട്ട് ചിരിക്കും. ആരോടാ പറയുന്നത്? പക്ഷെ എല്ലാവരും ധരിക്കുന്ന പോലെയല്ല, കുഞ്ഞുമക്കൾക്ക് ഒരുപാട് മനസ്സിലാകുമെന്ന് ചിന്തിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം എൻ്റെ മക്കളെ കാണുന്നതിന് മുൻപ് തന്നെ ദേ മുന്നേ വണ്ണണ്ടറ എന്ന് പറയുമ്പോഴേക്കും അവൻ ആ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ചേട്ടൻ വരുന്നുണ്ട് എന്നുള്ള ആ എക്സൈറ്റ്മെൻറ്റ് അത് ശരിക്കും ഞാൻ നേരിട്ട് കണ്ടാണ്. കാരണം മുന്നേ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ണി എൻ്റെ ദേഹത്തു നിന്ന് എഴുന്നേറ്റ് കുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം, കണ്ടിട്ടില്ലാത്ത എൻ്റെ മക്കളോടുണ്ടായിരുന്ന ബന്ധം അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഉണ്ണിയും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം. കാരണം അവന് ഞാനും എനിക്ക് അവനും മാത്രമായിരുന്ന ഒരു ലോകം. 30 ദിവസം എന്ന് പറയുന്നത് ചെറിയ ദിവസങ്ങളല്ല. എനിക്ക് ഒരു പക്ഷേ ഒരു 30 വർഷത്തെ
ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിരുന്നത്. കാരണം പുറം ലോകമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ഫോൺ കോൾ പോലും വല്ലപ്പോഴും കിട്ടിയിരുന്നു. TV ഇല്ല, പത്രമില്ല, മറ്റു മാധ്യമങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് എന്നിലേക്ക് ഇണങ്ങി. പക്ഷേ ഇവിടുന്ന് പോയ ഉണ്ണി, ഇവിടുന്ന് പോണതിന് മുൻപ് അവൻ മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതിയതായി ഒരാളെ കാണുമ്പോൾ അവൻ കരഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണിയെ കൊടുക്കുന്നതിന് 2 ദിവസം മുൻപേ ഞാൻ നമ്മുടെ ഫ്ലാറ്റിലെ മറ്റു ആൾക്കാരുമായിട്ട് അവനെ മിങ്കിൾ ചെയ്യിക്കാനും ആ കരച്ചിലില്ലാണ്ടാക്കാനും ഞാൻ കുറേ ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല ഉണ്ണിയെ കൊടുക്കുമ്പോൾ അവൻ ഒരിക്കലും ഇവിടുന്ന് കരഞ്ഞു പോകരുത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തളർന്നു പോകുമായിരുന്നു. അവൻ കരഞ്ഞില്ല എന്ന് പറയുന്ന അവൻ്റെ കൂടെ നിന്ന് നമ്മൾ ഉണ്ണീന്ന് വിളിച്ച് ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചിരിയുടെ അപ്പുറത്തേക്ക് അവൻ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അത് അല്ലായിരിക്കും എന്ന് എനിക്ക് വളരെ തിരിച്ചറിവുണ്ട്. കാരണം അവൻ കുഞ്ഞു കാര്യങ്ങളിൽ വരെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, 1 മാസമാണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൻ പോയി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഇതെല്ലാം സീൻ എന്നെനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അവിടെ ചെന്നതും അമ്മയുടെ വിളി, ഞങ്ങളുടെ അടുത്ത് ഒരിക്കലും ഇവൻ ഇണങ്ങില്ലേ മാഡം എന്നായിരുന്നു. ആ വിഷമത്തോടെയുള്ള വിളി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഞാൻ ഒരു ഫീഡിങ് ബോട്ടിൽ കൊടുത്തില്ലായിരുന്നു. ഞാനും ആഗ്രഹിച്ചു. കാരണം പല കുഞ്ഞുങ്ങൾക്കും ഈ ഫീഡിങ് ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇവന് ജന്മിക്കുമ്പോൾ തന്നെ അന്നോട്ട് മെഡിക്കേഷനിലായതുകൊണ്ടും അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ നൈറ്റിൽ തന്നെ അവർക്ക് അവിടെ ഫീഡിങ് ബോട്ടിൽ മേടിക്കേണ്ടി വന്നു. അത്രമാത്രം അവൻ ഒന്നിനും താല്പര്യം കാണിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, കരച്ചിൽ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞു ഇല്ല എന്നെ കാണണ്ട, എന്നെയും മക്കളെയും കാണണ്ട. കാരണം ഇവിടെ പിള്ളേരും അങ്ങനെ തന്നെയായിരുന്നു. രാത്രി എഴുന്നേറ്റിരുന്ന് എൻ്റെ മോള് ഉണ്ണിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞുള്ള കരച്ചിൽ നമുക്കിപ്പോഴും വേദനയാണ്. അതുപോലെ തന്നെയായിരുന്നു മോനും. അവിടെ ചെന്നിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പിറ്റേ ദിവസമായിട്ടും അവൻ കരച്ചിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അവൻ കൊണ്ടുപോയിരുന്ന അവൻ കഴിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കാണിക്കുക. ചിലപ്പോൾ അവന് അതിൽ കൊടുത്താൽ ശരിയാവുമെന്ന് പറയുമ്പോൾ ആ പാത്രങ്ങൾ കാണുമ്പോൾ അവൻ വലിയ വായിൽ കരയാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അവൻ്റെ ഇവിടുന്ന് അവൻ ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദിവസത്തേക്ക് അവനെ വിളിക്കാൻ, ഇപ്പോൾ ഷീനെ വിളിച്ചിടയ്ക്ക് സങ്കടം പറയുമെങ്കിലും ഇല്ല ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കാര്യം അവൻ അവിടെ അഡ്ജസ്റ്റഡ് ആവണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു. അതിന് ശേഷം നമ്മളിടയ്ക്ക് വീഡിയോ കോളിൽ കാണും. ഇപ്പോൾ അവൻ ഓടി നടക്കും, അമ്മ ഉമ്മ എന്ന് പറയും. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. മോൻ്റെ അച്ഛൻ അയർലൻഡിലേക്ക് പോയി, അവർ രണ്ടുപേരും ഉണ്ട്. ഇപ്പോൾ ഉണ്ണിയും അമ്മയുണ്ട്. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. കാണണമെന്ന് എപ്പോഴും തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാലും കാണാൻ പാടില്ല. കാരണം അത് അവൻ്റെ ലൈഫിനെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്നുള്ളത് നമുക്ക് വലിയ ആഗ്രഹമുണ്ടല്ലോ. ഞാൻ ബേസിക്കലി കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം എൻ്റെ അമ്മ ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഷീനയാണ് എന്ന് തന്നെയായിരിക്കണം അതിൻ്റെ ഉത്തരം. കാരണം അത് ആ കേൾക്കുന്ന അമ്മയ്ക്കും വിഷമം ഉണ്ടാവും. കാരണം എത്രമാത്രം ഓരോ ദിവസവും വീഡിയോ കോളിൽ കാണുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഷീനയ്ക്ക് നല്ല പ്രയാസമായിരുന്നു. കാരണം ഈസി ആയിട്ടാണ് അവൻ എൻ്റെ അടുത്തിരുന്ന് കുറുക്കൊക്കെ കോരി കഴിച്ചുകൊണ്ടിരുന്നേച്ചപ്പോൾ. ഇപ്പോഴും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഷീന പറയുന്നത് അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തന്നെയാണ്. എത്ര ഈസി ആയിട്ടായിരുന്നു മാഡം കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം വീഡിയോയിലൊക്കെ കണ്ട ഞാൻ സ്പീഡിൽ കാരണം ആദ്യത്തെ ദിവസമൊക്കെ ഒരു 60 മില്ലി ഫില്ലറിലാണ് പാല് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ അത് ഫോമുല ഫീഡ് കൊടുക്കുമ്പോഴൊക്കെ 1-1.5 മണിക്കൂർ എടുത്താണ് കൊടുത്തേച്ചത്. പക്ഷെ ഒരു 3rd ഡേ ആയപ്പോഴേക്കും അവൻ കുറുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ലിമിറ്റേഷൻസും ലിമിറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നും ഹൗ മച്ച് ഈസ് ടു മച്ച് എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതും ബന്ധങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ കാണാൻ പാടുള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടും അത്യാവശ്യം കാണുന്നു, കേൾക്കുന്നു, വിളിക്കുന്നു. സ്നേഹം മനസ്സിലെന്നും ഉണ്ട്. എവിടെയാണെങ്കിലും മോൻ നന്നായിട്ടിരിക്കട്ടെ. വളരെ നന്ദി ഡോക്ടർ മേരി അനിത ഈ പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായതിനും സിഫിയുടെ
ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻസ്പയറിംഗ് ഓൾ ഓഫ് us. താങ്ക് യു സോ മച്ച് അരവിന്ദ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ദൈവാനുഗ്രഹമായിരിക്കട്ടെ. എല്ലാവരും എന്നോട് പറയുക ഒരു 2 വാക്ക് സംസാരിക്കുക എന്നാണ്. ഞാനതിനെ 2 3 ലവ് യു ഓൾ എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ലവ് യു. ഡോക്ടർ മേരി അനിതയുമായുള്ള സംഭാഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് ആൻഡ് എൻറിച്ച്മെൻറ്റ് എന്ന സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാണ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായോ പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ എന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ നന്ദി.